ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഘ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ ഒരുപാട് മെമ്മറീസൊക്കെ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, 6-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ്റെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മാത്രമല്ല, ബാക്കി എല്ലാത്തിനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാറാണ് കാർഡിയോളജിയിലുള്ള സുരേഷ് സാറ്. ഈ സാറിൻ്റെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഇരുത്തം കണ്ടാൽ തോന്നും കാർഡിയോളജിയിൽ ഏതോ ഒരു ചെറിയൊരു സ്റ്റാഫാണെന്നുള്ളത്. മെയിനായിട്ടുള്ള സ്റ്റാഫാണ് കേട്ടോ സുരേഷ് സാർ. അവിടെ അച്ഛനെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും അമ്മയ്ക്ക് വേണ്ട ധൈര്യം കൊടുത്തിട്ടുള്ളതും എല്ലാം സാറായിരുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ട് വാർഡിൽ വരും. എനിക്കാണെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തുമില്ലല്ലോ, അപ്പോൾ എനിക്ക് വേണ്ട ധൈര്യമൊക്കെ തന്നിരുന്നതും സാറ് തന്നെയായിരുന്നു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് അച്ഛൻ എന്നെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോൾ സാറും ഞങ്ങളുടെ കൂടെ റൂമിലേക്ക് വന്നു. അപ്പോൾ സാറ് ഞങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ചിത്രം വരയ്ക്കുകയാണ്. എനിക്കും ചിത്രം വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ പോലെ. ജോലിയുടെ ഒരു ഹന്തയും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ സാറ്. ഒരു പാവം സാറാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാറിനെ. ഞങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി, സാറത് അപ്പോൾ തന്നെ എത്തിച്ചു തരും. എനിക്ക് കണിക്കൊന്നയുടെ സാരി കൊണ്ടുവന്നതൊക്കെ സുരേഷ് സാറാണ്. അതുകൊണ്ടാണ് സാറ് റൂമിൽ വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ കൂളാക്കുന്നതും എല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ കരുതിയത്. സാറ് മറ്റുള്ളവരെ പോലെ തന്നെ പേപ്പർ കിട്ടിയാൽ എന്താണോ വരയ്ക്കുന്നത് അത് തന്നെയാണ് വരയ്ക്കുന്നത്. വീടും തെങ്ങും കിളികളും പറക്കുന്നതൊക്കെയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എത്തിപ്പാളി നോക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഇടയിൽ കൂടെ ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. സാറിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ വരയ്ക്കുന്നതിൽ മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് സാറ്. അത്രയ്ക്ക് ബിസിയുള്ള സാറാണ്. എന്നിട്ടാണ് ഞങ്ങൾ 2 പൊട്ടത്തികളുടെ കൂടെ ചിത്രം വരയ്ക്കാൻ വന്നിട്ടുള്ളത്. അതും കളർ പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അങ്ങനെ എല്ലാവരും പേപ്പർ കിട്ടിയാൽ എന്താണോ വരയ്ക്കുന്നത് അതേപോലെ തന്നെ സാറ് വലിയൊരു വേലിയും കുടിലും പിന്നെന്താ കുട്ടികൾ കളിക്കുന്നതും തെങ്ങും ഒക്കെ വരച്ചിട്ട് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ സാറിൻ്റെ കലാവാസന ഞങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുകയായിരുന്നു. സൂര്യനൊന്നും മഞ്ഞ കളർ കൊടുക്കാൻ സാറ് മറന്നിട്ട് തന്നെ ഇല്ല. സാറിൻ്റെ എല്ലാ ചിത്രവരൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സാറ് അച്ഛനോട് സംസാരിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ. അതുവരെ സാറിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ഈ തോണിയിലും തെങ്ങിലും ഒക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടോ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്ന് വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാറ് വന്നിട്ട് ഞാനുണ്ട് വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ വരുമോ. വരച്ച ആളുടെ പേര് സുരേഷ് എന്ന നിക്നെയിം കുട്ടൂസ് കണ്ടിട്ട് ശ്രീകുട്ടി അവിടെ ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വോയിസിൽ എന്തെങ്കിലും ക്ഷീണമുണ്ട് എങ്കിൽ എനിക്ക് പനിയാണ് ഗൈസ്. എനിക്ക് 100/1 പനിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.